ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് ചക്കക്കുരു വെച്ചിട്ടൊരു തോരൻ ഉണ്ടാക്കാം. ഇതേ ചക്കക്കുരു ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്ത് ഈ പാട കളഞ്ഞിട്ടില്ല കേട്ടോ. പാട നല്ലതാണെന്നൊക്കെ പറയുന്നതായിരുന്നു. പാട ഇപ്പോൾ ഇവിടെ കളയാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി വൃത്തിയായിട്ടൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ പാട കളഞ്ഞ് എടുത്തോ. ഇതിപ്പോൾ ഞാൻ പാട കളഞ്ഞിട്ടില്ല. ഇത് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചുകൊണ്ട് പിന്നെ കുറച്ച് ഉപ്പ്, ഇതിനി നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. സിമ്മിലിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് തോരൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിയാലോ. തോരന് വേണ്ടിയിട്ട് നമുക്കിതേ ചക്കക്കുരു വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഒരു സവാള എടുത്ത് ഇതുപോലെ നീളത്തിന് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക്. എരിവിന് നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല, അത് കാരണം പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ തേങ്ങ അരപ്പിനരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 4 അല്ലി വെളുത്തുള്ളിയും പിന്നെ 1 ടീസ്പൂൺ ജീരകം, പിന്നെ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് തോരന് വേണ്ടത്. ഇനി ചക്കക്കുരു വേകട്ടെ കേട്ടോ. വെന്തതിന് ശേഷം നമുക്ക് ബാക്കി കാണാം. അതിൻ്റെ ഇടയ്ക്ക് തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും കൂടെ ഒന്ന് ചതച്ചും കൂടെ എടുക്കും കേട്ടോ, അരപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി ചക്കക്കുരു നോക്കാവേ. നമ്മുടെ ചക്കക്കുരുവൊക്കെ വെന്ത് അതിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. കണ്ടോ, നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. ചക്കക്കുരു നല്ലോണം വെന്ത് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ്റെ പരിപാടിയിലോട്ട് നോക്കാവേ. അപ്പോൾ തോരൻ ഇനി കടുക് വറുക്കാം, കാണാം. അപ്പോൾ നമുക്ക് തോരൻ വെക്കാനായിട്ട് പാനിലേക്ക് എണ്ണ ഒഴിക്കുക കേട്ടോ. എണ്ണ ഒഴിച്ച് കടുക്, ഒരു വറ്റൽമുളക്, കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. നല്ല തോരനാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് ചക്കക്കുരു തോരൻ വെക്കുന്നത്. നിങ്ങളെല്ലാവരും കഴിച്ചിട്ടുണ്ടോ ഇത് ഞാൻ ഉണ്ടാക്കി? കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അടുത്തതായിട്ട് നമുക്കിത് അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. അതൊന്ന് വാടി കഴിയുമ്പോൾ ചക്കക്കുരു ഇടണം. ഇത് അടച്ച് വെച്ചേക്കാം കേട്ടോ. ഇവിടെ ഇരുന്നൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ടേക്കാവേ. ചക്കക്കുരുവിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട്, അത് കാരണം കുറച്ച് ഉപ്പ്, ഉള്ളി വേകാനുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി. വേകട്ടെ. ഉള്ളി നോക്കാം. ഉള്ളി ആയിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉള്ളി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്കാവേ. നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചക്കക്കുരു അതിലേക്കിട്ട് ചൂടാക്കി കേട്ടോ. ഇതിനകത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് തേങ്ങ മാത്രം, തേങ്ങയും വെളുത്തുള്ളി ജീരകവും
നമുക്ക് തേങ്ങയും കൂടെ ആഡ് ചെയ്തു. ഓൾറെഡി നമ്മൾ ചക്കക്കുരു വേവിച്ച് വെച്ചേക്കുമല്ലേ. അപ്പോൾ ഇനി ഇത് ചൂടാക്കാനൊന്നും നിൽക്കണ്ട. നമുക്കിനി ഇതിൻ്റെ ഒപ്പം തേങ്ങ കൂടെ ഇട്ടിട്ട് ഒരുമിച്ച് ചൂടാക്കാൻ വെച്ചാൽ മതി. സിമ്മിലാണ് ഇട്ടേക്കണേ. ഇനി നമുക്കിത് ചൂടാക്കാൻ വെക്കാം. ഇതിവിടെ നിന്ന് ഒരു 5 മിനിറ്റ് ഇരുന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് തോരൻ നോക്കിയാലോ. ഇതേ നമ്മുടെ തോരൻ ആയിട്ടുണ്ട്. ഞാനിത് അടക്കൊന്ന് ഒതുക്കി വെച്ച് കൊടുത്തായിരുന്നു കേട്ടോ, നല്ലോണം ആവി കയറാൻ വേണ്ടിയിട്ട്. ഇതാ നോക്കാം, നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതാ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് സവാള വഴറ്റി ചക്കക്കുരു വേവിച്ച് തേങ്ങ അത്ര ഇട്ട് കഴിഞ്ഞാൽ മതി. തേങ്ങ, തോരൻ്റെ അരപ്പ് നമ്മൾ സാധാരണ ഇടില്ലേ, വെളുത്തുള്ളി, ജീരകം, പിന്നെ എരിവിന് പച്ചമുളക്, ഇത്രയാക്കി കഴിഞ്ഞാൽ നമ്മുടെ ചക്കക്കുരു തോരൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ചക്കയുടെ സീസണിൽ നമ്മളിങ്ങനെ ചക്കക്കുരു മെഴുക്കുവരട്ടി, ചക്കക്കുരു തോരൻ, എല്ലാത്തിലും ചക്കക്കുരു പെറുക്കിയിടില്ലേ, അതാണ്. ഇവിടെ ഇപ്പോൾ ചക്ക കിട്ടിയപ്പോഴത്തേക്കും ചക്കക്കുരു ഉണ്ടായിരുന്നു, അപ്പോൾ ചക്കക്കുരു തോരൻ ഉണ്ടാക്കി. വെറുതെ ഇരുന്ന് കേടായി പോകത്തില്ലേ. അപ്പോൾ ഇവിടെ പറഞ്ഞ ചേട്ടൻ ഇതുവരെ ഈ തോരൻ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഒന്നുണ്ടാക്കി വീഡിയോയും കൂടെ എടുത്തേക്കാന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇത്രയും മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം. എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.